നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തി കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ നടത്തിയ പ്രതികരണം ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുക്കാൻ സൈബർ പോലീസ് തീരുമാനിച്ചൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോറ്റിയെ ബന്ധപ്പെടുത്തി പുറത്തിറങ്ങിയ ഒരു പാരഡി ഗാനത്തിലും കേസെടുത്ത് അന്വേഷിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പാരഡി ഗാനത്തിൽ നടപടിയെടുക്കുകയാണെങ്കിൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. എന്തിനാണ് വിമർശനങ്ങളോട് ഇത്ര അസഹിഷ്ണുത എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. തദ്ദേശത്തിൽ തോറ്റിട്ടും ഇടതുപക്ഷ സർക്കാർ പാഠം പഠിച്ചിട്ടില്ല എന്ന് വെളിവാക്കുന്ന നീക്കങ്ങളാണിത്. ഈ രണ്ട് സംഭവങ്ങളിലും പോലീസ് പ്രതികാര മനോഭാവത്തോടെ പെരുമാറാൻ ശ്രമിച്ചാൽ അത് വലിയ തിരിച്ചടിയാണ് ഭരണപക്ഷത്തിന് തന്നെ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം സൈബർ പരാതികളിൽ തുല്യ നീതിയാണ് നൽകേണ്ടത്. ചില പരാതികൾക്ക് മാത്രം പ്രത്യേക പരിഗണന, മറ്റുള്ള പരാതികളെ കണ്ടിൽ നിന്ന് നടിക്കുക എന്നുള്ള പോലീസിന്റെ സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഭരിക്കുന്ന സർക്കാരുകൾ ഏതായാലും എല്ലാ പരാതികൾക്കും തുല്യ പരിഗണനയാണ് നൽകേണ്ടത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മാത്രം പരാതികളെ സമീപിച്ചാൽ അത് തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നതും ഓർക്കുന്ന എന്തായാലും നല്ലതാണ്. സോഷ്യൽ മീഡിയകൾ വഴി അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ എണ്ണാറ്റ പരാതികൾ ലഭിച്ചിട്ടും പോലീസ് ഫലപ്രദമായ നടപടി സ്വീകരിക്കാത്തതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടാനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എന്ത് തുല്യനീതിയാണ് സർക്കാർ നടപ്പാക്കുന്നത് എന്നതാണ് ശരിക്കും മനസ്സിലാവാത്തത്. മാർട്ടിൻ അതിജീവതയ്ക്കും മറ്റു ചിലർക്കുമെതിരെ ഷെയർ ചെയ്ത വീഡിയോയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അതിജീവതയുടെ പേര് വെളിപ്പെടുത്തി ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രമുഖർക്കെതിരെയും നടപടി വേണം. അതിജീവതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രമുഖനാണ് ചാനൽ ചർച്ചയിൽ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ കോടതി വിധിയിൽ നീതി കിട്ടിയില്ലെന്നും പറഞ്ഞ് അതിജീവിത തന്നെ കാരണങ്ങൾ എണ്ണി പറഞ്ഞ് കോടതി വിധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട പശ്ചാത്തലത്തിൽ അവരുടെ പേര് തുറന്നു പറയുന്ന മാർട്ടിന്റെ വീഡിയോ ഷെയർ ചെയ്തവരെ മാത്രം ലക്ഷ്യമിട്ട് നടപടി സ്വീകരിക്കുന്നത് ശരിയാണോ എന്നതിന് സംസ്ഥാന പോലീസ് ചീഫാണ് ഇനി മറുപടി പറയേണ്ടത്. ഗൂഢാലോചന കേസിൽ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ നിയമത്തിന് മുന്നിൽ അയാൾ ഇപ്പോൾ കുറ്റക്കാരനല്ല. ഈ സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് മാർട്ടിൻ നടത്തിയ വെളിപ്പെടുത്തൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. മാർട്ടിൻ പറഞ്ഞതിൽ വല്ല കഴമ്പും ഉണ്ടോ എന്നത് അത് അന്വേഷിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവൂ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ മാർട്ടിൻ വിളിച്ചു പറഞ്ഞത് ദിലീപിനെ കുടുക്കിയതാണ് എന്നതാണ്. അന്ന് മാർട്ടിൻ പറഞ്ഞതിന്റെ വിശദീകരിച്ച രൂപമാണ് ശിക്ഷാവിധിക്ക് ശേഷം പുറത്തു വന്ന പുതിയ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണവും അനിവാര്യം തന്നെയാണ്.